നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. നടൻ കൃഷ്ണകുമാറും കുടുംബവും എപ്പോഴും സോഷ്യൽ മീഡിയകളിൽ സജീവ ചർച്ചയാകാറുള്ള വിഷയമാണ്. പലപ്പോഴും വിവാദങ്ങളിലും ചർച്ചകളിലും ചെന്ന് തലവെച്ച് കൊടുക്കാറുള്ളത് രണ്ടാമത്തെ മകളായ ദിയ തന്നെയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഓമി ബേബിയുടെ ഒന്നാമത്തെ പിറന്നാൾ. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാം തന്നെ ഓമിക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ച് രംഗത്ത് എത്തിയിരുന്നു. അശ്വിനും ദിയയും ഇത്തവണയും യാത്രയിലായിരുന്നു. പിറന്നാൾ ആഘോഷങ്ങളെല്ലാം തികച്ചും പേഴ്സണൽ ആക്കാറുണ്ട് ദിയ. പ്രഗ്നൻസി ടൈം പോസിറ്റീവ് ആയതു മുതൽ എല്ലാ വിശേഷങ്ങളും ദിയ വ്ലോഗിലൂടെ കാണിക്കാറുണ്ട്. ലേബർ റൂമിലും ദിയയ്ക്കൊപ്പമുണ്ടായിരുന്ന വീട്ടുകാരും എല്ലാം തന്നെ ഒപ്പമുണ്ടായിരുന്നു. പ്രസവത്തിന്റെ വീഡിയോകളും അന്ന് വൈറലായി മാറിയിരുന്നു. വീട്ടുകാരും അച്ഛനും എല്ലാം കൂടെ ഉണ്ടായിരുന്നത് തനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നുവെന്ന് ദിയ പിന്നീട് പറയുകയും ചെയ്തിരുന്നു. ജനനം മുതൽ മകനെയും കാണിച്ചിരുന്നു ദിയ. ഓമി എന്നാണ് വിളിപ്പേര്. ഓമിയെ കാണാനായി മാത്രം വ്ലോഗ് കാണുന്നുള്ളവരുണ്ടെന്നും കമന്റുകളിലൂടെയും വീഡിയോകളുടെ താഴെയുമായിട്ട് അറിയിക്കാറുണ്ട് പലരും. മകന്റെ കാര്യങ്ങളെല്ലാം സ്വന്തമായി ചെയ്യണമെന്ന നിർബന്ധമുണ്ട് ദിയയ്ക്ക്. ഞാൻ തിരക്കിലാണെങ്കിൽ മാത്രം മറ്റൊരാൾ ചെയ്താൽ മതി എന്നായിരുന്നു ദിയ പറഞ്ഞിരുന്നത്. നേരത്തെ ഞാനും ഇങ്ങനെയായിരുന്നു. മക്കളുടെ കാര്യങ്ങളെല്ലാം തനിയെ ചെയ്യണമെന്ന നിർബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഓസിയും. നേരത്തെ ഞാനും ഇങ്ങനെയായിരുന്നു. മക്കളുടെ കാര്യങ്ങളെല്ലാം തനിയെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഓസിയും. നേരത്തെ ഇങ്ങനെ പ്രത്യേകിച്ചൊരു ഉത്തരവാദിത്വം ഇല്ലാതെ നടന്നിരുന്ന ആളായിരുന്നു. അമ്മയായതോടെ ഓസി ഒരുപാട് മാറി. കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ടെന്നുമായിരുന്നു സഹോദരങ്ങളെല്ലാം പറയുന്നത്. ഓമിയുടെ വരവിനായാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കാറുള്ളത്. അവനെ എടുക്കാൻ ഞങ്ങൾ എല്ലാവരും അടിപിടി കൂടുമെന്നും എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. അഹാനിയുടേത് പോലെയുള്ള ക്യാരക്ടർ ആവരുത്. അഹാനിയും അശ്വിനും അൺഫോളോ ചെയ്യാനുണ്ടായ കാരണം എന്താണ്? മാസങ്ങൾക്ക് മുൻപേ ഇരുവരും അൺഫോളോ ചെയ്തല്ലോ. അഹാനിയുടെ യഥാർത്ഥ സ്വഭാവം അശ്വിന് മനസ്സിലായോ? തുടങ്ങിയ നിരവധി ചോദ്യങ്ങളായിരുന്നു വീഡിയോയ്ക്ക് താഴെയായി വരുന്നത്. അഹാനിയും തന്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ദിയുടെ നിലപാട് എന്താണ്? പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളെല്ലാം പരസ്യമാക്കി അഹാനിയും തന്മയും തന്നെയല്ലേ? ഇതേക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് എന്തിനു കുറ്റം പറയുന്നത്? ശരിക്കും തിരക്കിലായതാണോ അതോ ഏറിലായതാണോ തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയുടെ താഴെയായി ലഭിച്ചത്. പ്രണയ വിവാഹത്തിലൂടെയായിരുന്നു ദിയയും അശ്വിനും ഒന്നായത്. ആദ്യ കാഴ്ചയിൽ അത്ര ഇഷ്ടം തോന്നിയിരുന്നില്ല. അടുത്ത് പരിചയപ്പെട്ടപ്പോഴാണ് തെറ്റിദ്ധാരണകളെല്ലാം മാറിയതെന്ന് ദിയ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നായിരുന്നു അശ്വിൻ അന്ന് പറഞ്ഞത്. സ്വന്തം കാര്യത്തിൽ മാത്രമല്ല തന്റെ ബിസിനസ്സിലെ കാര്യങ്ങളും അശ്വിൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് കടുത്ത തിരിച്ചടികൾ നേരിട്ട് വന്നപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് അശ്വിനായിരുന്നു. ജോലി തിരക്കുകൾക്കിടയിലും തന്റെ കാര്യങ്ങളെല്ലാം അശ്വിൻ ഇടപെടാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെ അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലായെന്നും ദിയ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അടുത്തിടെയായിരുന്നു തന്റെ ജോലി രാജിവെച്ച് അശ്വിൻ ദിയയുടെ ബിസിനസ്സിലേക്ക് പൂർണ്ണമായും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ശരിക്കും MD ലൈഫിലാണെന്നും ദിയ പറയുകയുണ്ടായി. പുതിയ സ്റ്റോക്ക് പരിചയപ്പെടുത്തുവാനും ഓഫറിനെ കുറിച്ച് പറയാമെന്നുമെല്ലാം അശ്വിൻ എത്താറുമുണ്ട്. നേരത്തെ വീഡിയോകളിലൊക്കെ വരാൻ മടിയായിരുന്നു അശ്വിന്. ഇപ്പോൾ അതൊക്കെ മാറി അശ്വിൻ തന്നെ എല്ലാത്തിനെ കുറിച്ചും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഓമിയുടെ കാര്യങ്ങളെല്ലാം നോക്കാറുമുണ്ട്. പൊതുവെ എല്ലാം ഞാനാണ് ചെയ്യുന്നതെന്നും ദിയ പറഞ്ഞിരുന്നു. ഇൻസ്റ്റഗ്രാമിലും ബ്ലോഗിലൂടെയും എല്ലാമായി ഞാൻ എല്ലാ വിശേഷങ്ങളും എല്ലാവരെയും അറിയിക്കാറുള്ള കാര്യമാണ്. ദിയ കൃഷ്ണൻ അശ്വിൻ ഗണേശ് വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യങ്ങളും കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. ഹാപ്പി കപ്പിൾസായി ഫോട്ടോകളും വ്ലോഗുകളും എല്ലാം തന്നെയാണ് ദിയ ഇടയ്ക്ക് പങ്കുവെക്കാറുള്ളത്. എന്നാലും ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിൽ ലൈക്ക് ചെയ്യുന്ന ഫോട്ടോകളും എല്ലാം തന്നെ ഇപ്പോൾ ഇരുവരും തമ്മിൽ പ്രശ്നത്തിലാണോ എന്ന സംശയങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. ഭർത്താവിന്റെ വീട്ടുകാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഭർത്താവിൽ നിന്നും പരിഗണന ലഭിക്കാത്തത്, ഭർത്താവ് അമ്മയ്ക്ക് മുൻഗണന നൽകുന്നത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയുന്ന പലരുടെയും പോസ്റ്റുകൾക്കും റീലുകൾക്കുമാണ് ദിയ ഇപ്പോൾ പങ്കുവെക്കാറും ലൈക്ക് ചെയ്യാറും ഉള്ളത് എന്ന് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിനിടെ പണം ചെലവാക്കുന്ന കാര്യത്തിൽ കണക്ക് പറയുന്നതിനെ കുറിച്ച് നേരത്തെ ദിയ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ദിയ എന്ത് കണക്ക് പറച്ചിലാണ് തന്റെ ബ്ലോഗിലൂടെ ചിലർ നടത്തുന്നതെന്ന് ചിലർ കമന്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ കണ്ടിരുന്നു. അതിന് ദിയ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: പൈസ ഉണ്ടാക്കി പൈസ ചെലവാക്കുന്നവർ കണക്ക് പറയും. കടലിൽ എറിഞ്ഞാലും അളന്നെറിയണം. വലിച്ചെറിഞ്ഞ കാലം എനിക്ക് ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് പണി കിട്ടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എന്തെറിഞ്ഞാലും അത് അളന്നെറിയണം എന്നാണ് ദിയ പറയുന്നത്. എപ്പോഴത്തെയും പോലെ തന്നെ ദിയയ്ക്കടുത്ത് ചിരിച്ചുകൊണ്ട് ഇതെല്ലാം കേട്ട് അശ്വിനും ഇരിക്കുന്നുണ്ട്.
പഴയൊരു വ്ലോഗിൽ ദിയ പറഞ്ഞ വാക്കുകളായിരുന്നു ഇതെല്ലാം തന്നെ. അശ്വിനിട്ട് ഒന്ന് താങ്ങിയതാണോ എന്ന ചോദ്യങ്ങളും ചിലർ പങ്കുവെക്കുന്നുണ്ട്. അശ്വിന് വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങൾക്കും വിദേശയാത്രകൾക്ക് കൊണ്ടുപോകുന്നതുമെല്ലാം ദിയ ഇടയ്ക്കിടെ എടുത്തു പറയുന്ന കാര്യങ്ങളാണ്. ഇത് കമന്റ് ബോക്സിൽ പലരും ചൂണ്ടിക്കാണിക്കാറും ഉണ്ട്. വിവാഹ ജീവിതത്തിൽ ഹണിമൂൺ ഘട്ടം പെട്ടെന്ന് അവസാനിപ്പിച്ച് ദിയ യാഥാർത്ഥ്യങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് റെഡിറ്റിൽ കുറെ നാളുകളായി അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. വിവാഹം എടുത്തുചാട്ടമാണെന്ന് വീട്ടുകാർ ദിയയെ ഉപദേശിച്ചിരുന്നതാണ്. എന്നാൽ പെട്ടെന്ന് വിവാഹവും കുഞ്ഞും വേണമെന്നത് ദിയയുടെ തീരുമാനമായിരുന്നു. അശ്വിന് എല്ലാവിധ ലക്ഷറി ജീവിത സൗകര്യങ്ങളും ദിയ നൽകുന്നത് കൊണ്ട് പ്രശ്നങ്ങളിൽ അശ്വ അവഗണിക്കുകയാണെന്ന വാദവും വരുന്നുണ്ടായിരുന്നു. അതേസമയം ഹേറ്റേഴ്സിന്റെ ഊഹാപോഹങ്ങൾ മാത്രമാണ് ഇതെന്നാണ് ദിയയുടെ ആരാധകർ പറയുന്നത്. കോർപ്പറേറ്റ് ജോലി വിട്ട അശ്വിൻ ഇന്ന് ദിയയുടെ ബിസിനസ് നോക്കി നടത്തുകയാണ്. ഇന്ന് അധികം കൂട്ടുകാർ ദിയയ്ക്കില്ല. പ്രണയബന്ധത്തിലും സൗഹൃദത്തിലും താൻ സാമ്പത്തികമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ദിയ പറയുന്നത്. കല്യാണം കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ദിയയ്ക്കെതിരെ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകളും ഉയർന്നു വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഭർത്താവ് അശ്വിന്റെ വീട്ടിൽ പോകാത്തത് എന്ന തരത്തിലുള്ള കമന്റുകളാണ് പലപ്പോഴും ഉയർന്നു വരാറുള്ളത്. ദിയ ഭർത്താവ് അശ്വിൻ ഗണേഷിന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിവാദങ്ങളായി മാറിയിരുന്നു.